ഹലോ ഗൈസ്, ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തിരിച്ചുവരവ്. ബ്രസീൽ കൊളംബിയയെ 2-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഈ കളി കാണാത്തവർക്ക് വളരെ വലിയ നഷ്ടമാണ് കേട്ടോ. വിനീഷ്യസ് ജൂനിയർ എന്ന റയൽ മാഡ്രിഡ് താരം ക്ലബ്ബിൽ മാത്രമേ ഗോൾ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കളികൾ നേരിട്ടിരുന്നു. പക്ഷേ അതെല്ലാം തിരുത്തി കുറിക്കുന്നതായിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ ഇന്നലത്തെ കളി. മികച്ച കളി പുറത്തെടുക്കുകയും കൂടാതെ ഒരു ഗോളും താരം സ്വന്തമാക്കി. റാഫീഞ്ഞയുടെ പെനാൽറ്റി ഗോളും വിനീഷ്യസ് ജൂനിയറിന്റെ നിർണായക സമയത്തുള്ള ആ ഒരു ഗോളുമാണ് ബ്രസീലിനെ സത്യം പറഞ്ഞ വിജയത്തിലേക്ക് അടുപ്പിച്ചത്. എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷം കൊളംബിയയുടെ ഗോൾ പോസ്റ്റിൽ നിന്നും 30 വാര അകലെ ഓടിയെടുത്ത വിനീഷ്യസിന്റെ വലങ്കാലിൽ നിന്നും പാഞ്ഞ ആ വെടിയുണ്ട കൊളംബിയയുടെ ഗോൾ കീപ്പറിനെ നിഷ്പ്രഭനാക്കി ആ ഗോൾ പോസ്റ്റിലേക്ക് തുളഞ്ഞു കയറി. 2-1 എന്ന സ്കോറിൽ ബ്രസീൽ അപ്പോഴേക്കും കളി പിടിച്ചെടുത്തിരുന്നു. കൊളംബിയയ്ക്ക് വേണ്ടിയിട്ട് ഏക ഗോൾ നേടിയത് ലൂയിസ് ഡയസ് ആയിരുന്നു. പക്ഷേ ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റുകളിൽ ഏകദേശം 90+9 മിനിറ്റിലാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനായിട്ട് ഗോൾ കണ്ടെത്തുന്നത്. അതോടുകൂടി ഇന്നലത്തെ മത്സരം ബ്രസീൽ സീൽ ചെയ്യുകയും ചെയ്തു. ഈ വിജയത്തോടെ ബ്രസീൽ പോയിന്റ്സ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ബ്രസീലിന്റെ അടുത്ത മത്സരം ഒരു ത്രില്ലർ മത്സരം തന്നെയായിരിക്കും. കാരണം ബദ്ധവൈരികളായ അർജന്റീനയുമായിട്ടാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. മാർച്ച് 26 പുലർച്ചെയാണ് ആ മത്സരം. പക്ഷേ ഈ മത്സരത്തിൽ നമ്മുടെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ഇല്ല, നെയ്മർ ജൂനിയറും ഇല്ല. ഇഞ്ചുറി മൂലം രണ്ടുപേരും ബ്രസീലിനും അർജന്റീനയ്ക്കും വേണ്ടി കളിക്കുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നത്. ഇവരെ കൂടാതെ അർജന്റീനയുടെ ലൗട്ടാരോ മാർട്ടിനസിനും ഇഞ്ചറി ആണെന്ന് പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാച്ചുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ കായികപരമായ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്